ഓണവിപണി ലക്ഷ്യമാക്കി നട്ട വാഴകൃഷി വെള്ളത്തിലായതോടെ ദുരിതത്തിലായി കല്ലൂരിലെ കർഷകർ. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിൽ കുലച്ചതും കുലയ്ക്കാറായതുമായ ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത്. മഴ നേരത്തെ എത്തിയതോടെ മെയ് മാസം മുതൽ തുടങ്ങിയതാണ് വാഴ കർഷകരുടെ ദുരിതം. നേരത്തെ കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന് രോഗബാധ ഉണ്ടായി 1000-ഓളം വാഴകൾ നശിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ ഇക്കുറി കാറ്റിനെ പ്രതിരോധിക്കാൻ ആയിരങ്ങൾ ചിലവഴിച്ച് ഊന്നു നൽകി വാഴകൾ തമ്മിൽ പല ഭാഗങ്ങളിലേക്കും ബന്ധിപ്പിച്ച് പരസ്പരം കെട്ടിനിർത്തി. ഇതെല്ലാം തകർത്താണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ നാശം വിതച്ചത്. 15 മുതൽ 25 കിലോ വരെ തൂക്കം വരുന്ന വാഴക്കുലകളാണ് നശിച്ചത്. മൂപ്പെത്താത്തതിനാൽ കറിക്കായ വിപണി പോലും കിട്ടില്ലെന്ന് വാഴക്കർഷകനായ ജോസ് തേയിലക്കാടൻ പറയുന്നു. വാഴയിൽ ഒരു വാഴയുടെ അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു. വാഴയിൽ നമുക്ക് നിലയില്ലാത്ത നിലത്തിലാണ് വെള്ളം വന്നത്. ഗവൺമെന്റിന് വല്ലതും സഹായം കിട്ടി കഴിഞ്ഞാൽ ഒരു ആശ്വാസം. 5 ലക്ഷത്തോളം ലോൺ എടുത്തിട്ടൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൃഷിയും രക്ഷപ്പെടാനില്ല. ആരെയും ഈ പാടത്തൊരാളിലും കൃഷി രക്ഷപ്പെട്ടിട്ടില്ല. നേന്ത്രവാഴ കൃഷിക്കാർ മുഴുവൻ പരാജയത്തിലെ പോക്ക്. ഇനി അടുത്ത കൊല്ലം തൊട്ട് എന്ത് ചെയ്യുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതേമാതിരി കൃഷി ഇറക്കി കാശെല്ലാം ഇറക്കി കഴിഞ്ഞ് 10 രൂപ കൂടി വെട്ടിയെടുക്കുന്ന സമയത്താണ് ഇത് മുഴുവൻ പോണത്. അതിന് ഇപ്പോൾ ഏറ്റവും ബസ്സിലേക്ക് പോകണമെങ്കിൽ ഊണിൻ്റെ കാശെങ്കിലും കയ്യിലാവുന്ന കണക്ക്. ആ സമയം ഏറ്റവും ബസ്സിലൊരു ചൊടിലി വന്ന് ആകെ നശിച്ച് 1000-700 വാഴയോളം ഒടിച്ചു കളഞ്ഞു. അതിൽ നിന്ന് പിന്നെ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുതിയ ഉണക്കിയിട്ട് എല്ലാം ശരിയാക്കി കെട്ടിലും കവറുകളും എല്ലാം കഴിച്ച സാധനമാണ്. ഇപ്പോൾ രണ്ടാമത് ഇത് നാശം വന്നു. 1000 വാഴയോളം ഇപ്പോൾ ഓണത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിട്ട് ഓണം കഴിഞ്ഞിട്ട് കുറെ കിട്ടും. എന്നാലും ഓണം തേനി വാഴക്കന്ന് വെച്ചോടുകൂടി കേരളത്തിൽ നശിപ്പായിട്ട് നിൽക്കണം. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ പ്രദേശത്തെ കർഷകരായ ജോസ്, രാമൻകുട്ടി, ബെന്നി, മുരളി, വേണു തുടങ്ങി നിരവധി കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നിലം പൊത്തിയത്. തെങ്ങിൻ തൈ, ജാതി തുടങ്ങിയവയും നശിച്ചു. മനസ്സ് മടുത്തതായും കൃഷിരംഗത്ത് നിന്ന് പിന്മാറുന്ന കാര്യം പോലും ചിന്തിച്ചു പോവുകയാണെന്നും ജോസ് തേയിലക്കാടൻ പറയുന്നു. വെള്ളക്കെട്ടിലാണ് കൂടുതൽ നാശമുണ്ടായത്. മഴവെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകാതെ തോട്ടത്തിൽ തന്നെ കെട്ടിക്കിടന്ന് വാഴ ചീഞ്ഞുപോയി. ഇതുകൂടാതെ കാറ്റിലും ഒടിഞ്ഞു വീണിട്ടുണ്ട്. കുലച്ചതും കുലപ്രായമെത്തിയതുമായ വാഴകൾ നശിച്ചപ്പോൾ കർഷകർക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ജാതി കൃഷിക്കും മേഖലയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. 18 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ നിലനിന്ന് പോകുന്നതാ. ഇപ്പോൾ 18 മുതൽ ആ വെള്ളപ്പൊക്കം മുതൽ കൃഷിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ ഭയങ്കര വെള്ളപ്പൊക്കമായി അത് വാഴയൊക്കെ പോയി. ഇത്തവണ കാറ്റുമായിട്ടും അത് വെള്ളപ്പൊക്കമായിട്ടും എല്ലാം പരാജയത്തിലാണ്. ബാങ്ക് വായ്പ 2 ലക്ഷം ഉണ്ട്. അത് വീട്ടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അതൊക്കെ കയ്യിൽ നിന്നുണ്ടാക്കി വീട്ടേണ്ടി വരും. ഈ നിലയ്ക്ക് പോയി ഈ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് ഇത്തവണ കൂടുതൽ പേരും വാഴക്കൃഷി ഇറക്കിയത്. ആ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കൃഷി നശിച്ചതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഓണക്കാലത്ത് വാഴക്കുലകൾക്ക് വലിയ ഡിമാൻഡും ഏറിയ വിലയും വിപണിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണവിപണി അടുക്കുമ്പോഴേക്കും വാഴക്കുലകൾ വിപണിയിലെത്തിക്കാം എന്ന പ്രതീക്ഷയായിരുന്നു. അത്തരം പ്രതീക്ഷകളാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായത്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം പ്രവചനാതീതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകരെ കണ്ണീരിലാഴ്ത്തി. ലോണെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് അവരുടെ അധ്വാനം പാഴായി പോകുന്നത് ദയനീയ കാഴ്ചയാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകർ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.